എഫിന്റെ പ്രതീക്ഷ പരിശോധിക്കുന്നതിന് മുമ്പ് അവിടെ LDF ഉറപ്പായി ജയിക്കുമെന്ന് LDF കരുതുകയും ഒരു കാരണവശാലും ജയിക്കില്ല എന്ന്, അല്ലെങ്കിൽ വമ്പൻ അട്ടിമറി അല്ലാതെ ജയിക്കില്ല എന്ന് UDF കരുതുകയും ഒക്കെ ചെയ്യുന്ന മണ്ഡലമാണ് ബേപ്പൂർ മണ്ഡലം. ബേപ്പൂർ എല്ലാ കാലത്തും LDFിന്റെ വലിയ കോട്ടയാണ്. എളമരം കരീമിനെ പോലെ ഒക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് മത്സരിച്ച് വിജയിച്ച ഒരു സ്ഥലം കൂടിയാണ് ബേപ്പൂർ. ബേപ്പൂർ മണ്ഡലത്തിന്റെ ചിത്രം ഇതാണ്. ബേപ്പൂരിൽ 5316 LDFിന്റെ ഭൂരിപക്ഷമെങ്കിൽ 2016 അത് 14363. മുഹമ്മദ് റിയാസ് വരുമ്പോൾ വീണ്ടും ഭൂരിപക്ഷം ഉയരുകയാണ്. 28,747 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് മുഹമ്മദ് റിയാസ് അവിടെ ജയിക്കുന്നത്. ഇവിടെ PV അൻവർ മരുമോനിസത്തിനെതിരെ മത്സരിക്കുമെന്നൊക്കെ പറയുകയും വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും വളരെ നേരത്തെ അദ്ദേഹം പറഞ്ഞാണ് ഞാൻ എന്നെ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കൂ, ഞാൻ മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്താമെന്നൊക്കെ. പക്ഷേ UDF ഇപ്പോൾ എവിടെയും PV അൻവറിൻ്റെ ഒരു വിജയം പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും കൗതുകമുള്ള ഒരു മത്സരം തന്നെയാണ്. LDF ഉറപ്പും ഒന്നാമതായി തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഓരോട്ടെങ്കിലും കൂടുമെന്ന് പറഞ്ഞാൽ ഈ 28,000 കൂടുക എന്ന് പറഞ്ഞാൽ അത് വമ്പൻ ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്നൊക്കെ പറയുന്നു. ബേപ്പൂരിൻ്റെ ഒരു ചിത്രം ഒന്ന് ചുരുക്കി പറയാം. തീർച്ചയായും വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് PV അൻവർ ബേപ്പൂരിലേക്ക് എത്തിയത്. പക്ഷേ മത്സരത്തിന് മുമ്പ് അദ്ദേഹം എത്തിയപ്പോഴുള്ള ആവേശം പിന്നീട് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് തീർത്തു പറയേണ്ടി വരും. കാരണം കോലി ബി സഖ്യം വന്നിട്ട് പോലും ഇടത് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കഴിയാതിരുന്ന മണ്ണാണ്. അതുകൊണ്ട് ഇത്തവണയും അവിടെ യാതൊരു അനക്കവും സൃഷ്ടിക്കാൻ കഴിയില്ല. മനുമോനിസം, പിണറായിസം തുടങ്ങിയ പ്രചാരണ വിഷയങ്ങളാണ് അൻവർ പ്രചാരണ രംഗത്ത് പറഞ്ഞത്. പക്ഷേ ഈ വ്യക്തിപരമായ അധിക്ഷേപങ്ങളല്ല തെരഞ്ഞെടുപ്പ് രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, വികസനമാണ്, രാഷ്ട്രീയമാണ് എന്നൊക്കെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കണക്കെടുപ്പുകൾ വരുമ്പോൾ കോൺഗ്രസിന് അതിനുശേഷം പ്രതീക്ഷയില്ലാത്തൊരു മണ്ഡലമാണ്. നേരത്തെ അൻവർ ഒരു അട്ടിമറി നടത്തുമെന്നൊക്കെ പറഞ്ഞവർ പോലും കണക്കിൽപ്പെടുത്താത്ത, അല്ലെങ്കിൽ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ 50% സാധ്യതകൾ പോലും പറയുമ്പോഴും ഒരു സാധ്യതകളും നേതാക്കളടക്കം പറയാത്ത ഒരു മണ്ഡലമാണ് ഇപ്പോൾ ബേപ്പൂർ. കിരൺ, നമുക്ക് LDFിന്റെ പ്രതീക്ഷ, LDF നമ്മൾ നേരത്തെ പറഞ്ഞു 6 സീറ്റുകളാണ് പ്രതീക്ഷ. കോഴിക്കോട് നോർത്ത്, കുന്നമംഗലം, ബേപ്പൂർ, എലത്തൂർ, ബാലുശ്ശേരി, പേരാമ്പ്ര. സാധ്യത കാണുന്നത് LDF ഒരു തരംഗം LDFിന് അനുകൂലമായിട്ടുണ്ടെങ്കിൽ കുറ്റ്യാടി, തിരുവമ്പാടി, കൊയിലാണ്ടി, നാദാപുരം. അവർ ഒട്ടും സാധ്യത കാണാത്ത കോഴിക്കോട് സൗത്തും കൊടുവള്ളിയും വടകരയുമാണ്. അതെന്തായാലും അവിടെ നമുക്ക് അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ തിരുവമ്പാടിയെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് LDFിനെ സംബന്ധിച്ച് ലിൻഡോ ജോസഫിനെ പോലെ ഒരാൾ നിൽക്കുക? അവിടെ ഉറച്ച മണ്ഡലം ആവേണ്ട ഒരു മണ്ഡലത്തിൽ ഇക്കുറി എന്തുകൊണ്ടാണ് LDF അടക്കം ഒരു സാധ്യതയിലേക്ക് കാണുന്നതും UDF അവിടെ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു? എന്താണ് തിരുവമ്പാടിയുടെ ഒരു ചിത്രം? കിരൺ, സ്ഥാനാർത്ഥിയുടെ ജനകീയതയും വികസന കാര്യങ്ങൾ നടപ്പിലാക്കിയത് ഒരു വേഗതയും അതിൻ്റെ ഊർജ്ജസ്വലതയും ഒക്കെ പരിശോധിച്ചാൽ ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിൽ പ്രതിപക്ഷ ആളുകൾ പോലും തള്ളിപ്പറയാൻ കഴിയാത്ത ഒരാളാണ് ലിൻഡോ ജോസഫ് എന്ന MLA. അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത മണ്ഡലത്തിലുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് തവണകളായി നമുക്കറിയാം മുസ്ലിം ലീഗിലുള്ള ചില ഭിന്നതകളാണ് പലപ്പോഴും അവിടെ ഒരു വിജയം നേടാൻ CPM-നെ സഹായിച്ചത്. ഒപ്പം ഈ ജാതി മത സമവാക്യങ്ങളൊക്കെ പലപ്പോഴും നിർണായകമാകുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ കുറേ തവണകളായി ക്രൈസ്തവ വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് മുന്നോട്ട് വെച്ചാണ് CPM വിജയിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തന്നെ നേരത്തെ രംഗത്തിറങ്ങിയും PS ജോയിയെ പോലെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരാൾ ഇവിടെ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. മുസ്ലിം ലീഗിൽ നിന്ന് തങ്ങൾ സീറ്റ് ഏറ്റെടുക്കുമെന്ന് പോലും ആവശ്യപ്പെട്ടു. എന്നാൽ ലീഗ് ഒരു തരത്തിലും തങ്ങളുടെ കൈവശമുള്ള തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ തവണത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാലും ലീഗിന് വലിയ ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ നിന്നും ലീഗ് സ്ഥാനാർത്ഥി PC ചെറിയ മുഹമ്മദ് എന്ന സ്ഥാനാർത്ഥി പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. അത് ഈ കാസിമിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളും ഒരു കാലുവാരി എന്നടക്കമുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് ലീഗിൽ വലിയ പ്രശ്നമായി മാറുകയും ചെയ്തു. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ചു. ഒപ്പം ഈ കാസിം എന്ന സ്ഥാനാർത്ഥി ജനകീയനായ ആളാണ്. ലിൻഡോ ജോസഫിനെ പോലെ തന്നെ പ്രാദേശിക തലം മുതൽ ആളുകളെ നന്നായി അറിയാൻ കഴിയുന്ന, അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളടക്കം ദീർഘനാളുകൾ അവിടെ ഉണ്ടായിരുന്ന ആൾ കൂടിയാണ്. അങ്ങനെ രണ്ട് ജനകീയരായ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുമ്പോൾ UDFിന് അനുകൂലമായൊരു നിലപാട് ഈ മറ്റ് പരിഗണനകൾക്കപ്പുറം ഇത്തവണ കത്തോലിക്ക സഭ അടക്കം സ്വീകരിക്കുമെന്നൊരു പ്രതീക്ഷ UDFിനുണ്ട്. അനീഷ, നമുക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഈ തരത്തിൽ ചുരുക്കാം എന്ന് തോന്നുന്നു. കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോട് 13 സീറ്റുകളിൽ 11-2 എന്നുള്ളതായിരുന്നു കഴിഞ്ഞ 2 തവണയും. അതിനു മുമ്പ് 10-3 എന്നുള്ള അവസ്ഥയായിരുന്നു. 2001 മാത്രമാണ് UDFിനെ സംബന്ധിച്ച് 6-6 എന്ന് 12 സീറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 13 സീറ്റിലേക്ക് വരുന്നു. അതിനുശേഷം 4 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വലിയ ഭൂരിപക്ഷം നേടിയ ജില്ലയാണ്. പക്ഷേ ആ വലിയ ഭൂരിപക്ഷം നേടിയ കോഴിക്കോട് UDF ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെ കണക്കാക്കാം. UDFിൻ്റെ അട്ടിമറി പ്രതീക്ഷയോട് ഏറെക്കുറെ യോജിച്ചു നിൽക്കുന്ന ഒരു
കണക്കൂട്ടൽ തന്നെയാണ് LDFിനുമുള്ളത്. LDFും ഏറെക്കുറെ അത് സമ്മതിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ LDFിന് തിരിച്ചടി ഉണ്ടാവും എന്ന് സമ്മതിക്കുന്നു എന്ന് തന്നെ കാണാം. UDFിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ 2 ആയിരുന്നുവെങ്കിൽ ഇത്തവണ 8 സീറ്റ് അവർ ഉറപ്പിക്കുകയാണ്. 2 സീറ്റ് മാത്രം ജയിച്ചൊരു ജില്ലയിൽ 8 സീറ്റ് ഉറപ്പിക്കുന്നെങ്കിൽ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന് പൂർണ്ണമായും അഭിമാനിക്കാം. കേരളത്തിൽ UDF ഭരണത്തിലേക്ക് എത്തിക്കുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായി മാറുന്നുവെന്ന് ഭാഗ്യം കൂടി ഒത്തുവന്നാൽ 3 സീറ്റുകൾ കൂടി അവർക്ക് ലഭിച്ചേക്കാം എന്നുകൂടി UDFും കോൺഗ്രസും കണക്കൂട്ടുന്നു. അട്ടിമറി ഉണ്ടെങ്കിൽ മാത്രമാണ് 2 സീറ്റ്, അത് നമുക്ക് കണക്കൂട്ടേണ്ടതില്ല. അങ്ങനെ 8+3 11 സീറ്റുകൾ വരെ കഴിഞ്ഞ തവണ LDF നേടിയ സീറ്റ് വരെ എത്ര കുറഞ്ഞാലും 8 സീറ്റ് കിട്ടും എന്ന് UDFും കോൺഗ്രസും ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെയാകുമ്പോൾ LDFിൻ്റെ പ്രതീക്ഷ 6 സീറ്റുകളാണ്. LDF ആണെങ്കിൽ തന്നെ കഴിഞ്ഞ തവണ 11 സീറ്റ് കിട്ടിയെടുത്ത് ഇത്തവണ ഉറപ്പുള്ളത് 6 സീറ്റുകൾ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ LDFിന് അത് വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. 13-7-6 എന്ന അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. LDFിൻ്റെ സാധ്യത കൂടി കണ്ടാലും 10 സീറ്റുകളാണ് എത്തുന്നത്. 10 സീറ്റുകളാണെങ്കിൽ പിടിച്ചു നിൽക്കാമെന്നതിനപ്പുറത്തേക്ക് അത് ഉറപ്പുള്ള സീറ്റുകളും സാധ്യത കൂടി ചേർന്നാൽ പോലും 10 സീറ്റുകൾ മാത്രമാണ്. അപ്പോൾ 6-8 ഒക്കെ ആണെങ്കിൽ പോലും LDFിനെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിൽ അത് കനത്ത തിരിച്ചടിയാണ് എന്നും പറയാം. 3 സീറ്റുകൾ ഒരു തരത്തിലും കോഴിക്കോട് KK രമയെ പോലെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ KK രമയെ ഒരിക്കൽ വിജയിച്ചു, അത് ഒരിക്കൽ പട്ടുപോയതാണ്, ഇനി പരാജയപ്പെടുത്തുമെന്നൊക്കെ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നെങ്കിലും ഇപ്പോഴും LDF അവിടെ കണക്കൂട്ടുന്നില്ല, CPM കണക്കൂട്ടുന്നില്ല. KK രമ തന്നെ വിജയിക്കും, RMB എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രമുള്ള ഒരു പാർട്ടി തന്നെ വിജയിക്കും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്തായാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് UDFിന് തന്നെയാണ് വലിയ പ്രതീക്ഷയുള്ളത്. LDF അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടം നടത്തുകയാണ്. കോഴിക്കോട് അങ്ങനെ ഒരു അട്ടിമറി വിജയമാണ് UDF നേടുന്നതെങ്കിൽ കോഴിക്കോട് ജില്ല കേരളത്തിൽ UDF ഭരണത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും നിർണായകമാകും. പക്ഷേ കോഴിക്കോട്ടെ LDF കോട്ട LDFിന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ UDFിൻ്റെ ഭരണത്തെ കൂടിയാവും ചിലപ്പോൾ പിടിച്ചു നിർത്താൻ കഴിയുക എന്ന യാഥാർത്ഥ്യം കൂടി, എന്ന കണക്കുകൾ കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തായാലും നാളെ മറ്റൊരു പ്രധാനപ്പെട്ട ജില്ലയുമായി ദ ഇലക്ഷൻ ചാനൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.